ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉറക്കം എനിക്കുള്ളൂ. എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ഇപ്പോൾ തന്നെ ഉറക്കം എനിച്ചു എന്നുള്ളത്. എനിക്ക് നാട്ടിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് വ്ലോഗ് കുറച്ച് നല്ല വ്ലോഗായിരിക്കണമെന്ന് ഞാൻ ആരും കണ്ടന്റ് ഒന്നും കിട്ടാതിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വന്നിപ്പോൾ 2 ദിവസമായി. നമുക്ക് നാളെ പെരുന്നാളാണ്. UAE-ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് പെരുന്നാളായിരുന്നേനെ. ബിക്കോസ് UAE-ലും ബാക്കിയുള്ള ഗൾഫ് കൺട്രികളിലൊക്കെ ഇന്നാണ് പെരുന്നാൾ. നമുക്ക് നാട്ടിലുള്ള ആളുകൾക്ക് നാളെ എന്തായാലും 29 നോമ്പാണ് UAE-ലും നാട്ടിലും കിട്ടിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് 30 നോമ്പാണ് അൽഹംദുലില്ലാ. ആൻഡ് അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ വന്നതിന് ശേഷം ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, എന്താ ഇപ്പൊ ചെയ്യാ, വ്ളോഗ് ചെയ്യാണ്ട് കുറച്ച് ദിവസമായല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെ വ്ളോഗിൽ ഇന്നില്ല. കാരണം എന്താ വെച്ചാൽ നാളെ പെരുന്നാളാണ്. അപ്പൊ പെരുന്നാളിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ എണീറ്റപ്പോ തന്നെ വൈകുന്നേരമായി. എന്താ പറയാ, ഇവിടെ ഭയങ്കര ചൂടാണ് നാട്ടില്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തണുപ്പാണ്, ഇവിടെ ഭയങ്കര ചൂടാണ്. പിന്നെ നമ്മളെ വീട് ഇപ്പം പുതിയ വീടാണല്ലോ, നമ്മൾ പുതിയ വീട്ടിലോട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം 10 മാസമായി നമ്മൾ ഈ വീട്ടിലോട്ട് മാറിയിട്ട്. ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ആകെ ഭയങ്കര വിഷമമായിട്ട് തോന്നിയ ഒരു കാര്യം, ഉമ്മ AC വെക്കാൻ സമ്മതിച്ചിട്ടില്ല. വാഷിംഗ് മെഷീൻ വെക്കാൻ സമ്മതിച്ചിട്ടില്ല, TV വെക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഓണത്തിന് നമ്മളെ വീട്ടിൽ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുട്ടികളുടെ പേരും പറഞ്ഞിട്ട് ഞാൻ TV വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമായിട്ട് ഒലിച്ചിറങ്ങുവാണ്, അത്രയ്ക്ക് ചൂടാണ്. അപ്പം 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കമൊന്നും കിട്ടുന്നില്ല. ഞാൻ അതൊക്കെ പറഞ്ഞ് ഏകദേശം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ട് എണീച്ചത്. കാരണം ഉറങ്ങിയതിന് ഏകദേശം 6-7 മണിയായി രാവിലെ. എത്ര കണ്ണടച്ച് ഉറങ്ങി, കണ്ണുപൂട്ടി ഉറങ്ങിയിട്ട് എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. അത്രയ്ക്ക് ചൂടതാ കുറച്ചുകൂടെ വേർത്തൊലിച്ചിട്ട് ഞാൻ നിൽക്കുവാണ്. ഇതിനിടയിൽ ഞാൻ എങ്ങനെ നാളെ പെരുന്നാക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുമെന്നുള്ള യാതൊരു പിടുത്തവും എനിക്കില്ല ഗൈസ്. കാരണം ഉമ്മ പറഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ട് AC വാങ്ങിക്കാന്ന്. അതുകൊണ്ട് എനിക്ക് വല്ലയിടത്തോട് വല്ല കാശ്മീരൊക്കെ പോയാലും ആലോചിക്കുന്നുണ്ട്. ആൻഡ് ഓക്കെ, നമുക്ക് പോയിന്റിലോട്ട് കിടക്കാം. ഞാൻ വിളിക്കാതെ ഒരു അതിഥി എൻ്റെ ഒപ്പം കയറി വന്നിട്ടുണ്ട് കഴിച്ചത് ഈ കുരു. എനിക്ക് അറിഞ്ഞൂടെ ഈ കുരു എന്ത് കഴിച്ചിട്ടാണ് വന്നതെന്നുള്ളത്. നോർമലി ഇങ്ങനെ വരാറല്ല ഈ സമയത്തൊക്കെ. അത് സമയം തെറ്റിയിട്ടുള്ള സമയങ്ങളിൽ മാത്രമേ വരാറുള്ളൂ. അപ്പൊ നമുക്കിനി വീടിന്റെ അകത്തോട്ട് പോവാം. ഞാൻ എണീറ്റ് പാടത്തിന് ഉമ്മ അവിടെ തകൃതിമയായിട്ട് കിച്ചണിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താന്ന് പോലെ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ ഓടിക്കളഞ്ഞു. കാരണം ഞാൻ ലേറ്റ് ആയിട്ട് എണീക്കുമ്പോൾ എപ്പോഴും ഉമ്മ ഇരുന്നിട്ട് ഇങ്ങനെ പറയും, പെണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മ ഇങ്ങനെ വഴക്കൊക്കെ പറയും. അപ്പൊ ഞാൻ അത് കേൾക്കാണ്ട് നിന്നില്ല. കാരണം അതൊക്കെ കേട്ടിട്ട് വന്നു കഴിഞ്ഞാൽ വ്ളോഗിൽ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചുപോലെ ചിരിച്ചിട്ട് നിൽക്കാനായിട്ട് നേരെ വ്ളോഗ് എടുക്കാൻ വന്നു. ഇനി നമുക്ക് കിച്ചണിൽ കൂടെ ഉമ്മ എന്താ ചെയ്യണേന്ന് നോക്കാം. നമുക്ക് നാളെ പെരുന്നാളല്ലേ, എന്താണ് ഉമ്മ അവിടെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം എന്നുള്ളത് നോക്കാം ഗൈസ്. നമ്മളിവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. കിണ്ണത്തപ്പോ കൊണ്ടെന്നോ. ഞാൻ ഉമ്മാനെ അടുക്കളയിൽ എന്താ പണി നോക്കാൻ വേണ്ടി പോകുമ്പോഴത്തേനും നമ്മളെ വീട്ടിൽ നിന്ന് അടുത്തുള്ള ഇതെന്താ ഓക്കെ ശരി. നമ്മളെ നെയ്ബറാണ് കേട്ടോ. ഇവിടുത്തെ നമുക്ക് കുറച്ച് നെയ്ബേഴ്സേ ഉള്ളൂ. ഭീമാപ്പള്ളിയിലെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ പോലെ ഉള്ളതൊന്നും അല്ല. നമുക്കിവിടെ കുറച്ച് നെയ്ബേഴ്സ് ഉള്ളൂ. പക്ഷെ എല്ലാവരും ഭയങ്കര സഹകരണമാണ്, ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് ഉമ്മാനെ എനിക്കിവിടെ ആക്കിയിട്ട് പോകാൻ യാതൊരുവിധ പേടിയും ഈ കഴിഞ്ഞ 10 മാസത്തിലുണ്ടായിരുന്നില്ല. അധികം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത്രയും വർഷം വരെ നമ്മൾ ഭീമാപ്പള്ളിയിൽ താമസിച്ചിട്ട് പെട്ടെന്ന് നമ്മളിങ്ങടെ നെടുമങ്ങാട്ടോട്ട് മാറുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ ഉമ്മാക്ക് അത് അഡാപ്റ്റ് ആവാൻ പറ്റുമോ, ഉമ്മാക്ക് ഇവിടെ ഉള്ള ആൾക്കാരെ പറ്റുമോ, ഉമ്മാക്ക് ഇവിടെ സഹോദരങ്ങളെ കാണാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെയുള്ള നമ്മുടെ ഈ അയൽവാസികളൊക്കെ അടിപൊളിയാണ്. അതൊക്കെ കണ്ടില്ലേ. ഞാൻ അകത്ത് പോയിട്ട് ഇത് തുറക്കാം. ഒരു കൈകൊണ്ട് തുറന്നിട്ട് അവസരം എല്ലാം താഴെ കിടക്കും. ഉമ്മാൻ്റെ ഇത് എനിക്ക് ചൂല് മാറി അടി കിട്ടും. അകത്ത് പോയിട്ട് നമ്മളെ തമ്പുരാട്ടി എന്താ ഉണ്ടാക്കണേ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. മാതാശ്രീ എന്താ ഉണ്ടാക്കുന്നേ? അതാ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മറ്റേ എന്താ കിണ്ണത്തപ്പൊക്കെ തമ്മയിച്ചു. ഇതെന്താ മറ്റേ ഇലയപ്പം അല്ലേ? ഉമ്മ ഇലയില്ലാത്ത അപ്പം. അതെ, അതാണ് കൂട്ടൊക്കെ അതാണ്. പക്ഷെ ഇലയില്ലാത്ത രീതിക്ക് ഉമ്മ എളുപ്പത്തിൽ ഉമ്മ ഇത് വെച്ചെടുത്തിരിക്കുന്നുണ്ട്. ഫൈദയാണല്ലേ അമ്മ? സഹായം വേണോ അമ്മ? അതാണ് എനിക്ക് വേണ്ടത്. ഉമ്മ അത് പറയാനാണ് ഞാൻ കാത്തിരുന്നത്. എന്റെ ചോദ്യത്തിന്റെ പ്രതിഫലം കിട്ടിപ്പോയി. നോമ്പ് തുറക്കുമ്പോഴുള്ള മെയിൻ നോമ്പ് തുറ ഡിഷ് ഇതാണല്ലേ അമ്മ? നോമ്പ് തുറക്ക ഫുഡ് എന്തോന്നുമ്മ? അതെന്നിട്ട് ഇത്ര പതിയെ പറയുന്നു? ഉമ്മയൊന്നും ഞാൻ പിടിക്കില്ല. ഉമ്മക്ക് പേടിയുണ്ടാ? ഉമ്മക്ക് പേടി ഞാൻ ഉമ്മനെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. പറ ഉമ്മ, എന്തുമ്മ എന്ത്? ഇടിയപ്പം ചിക്കൻ കറി. അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ വരാം. എവിടെ ഞാൻ കൊണ്ടുവന്നത്? തുറന്നമ്മ ഞാൻ പാത്രം കൊണ്ടുവന്നു. അപ്പുറത്തുനിന്ന് സജിനത്തര വീട്ടിൽ നിന്നാ കൊടുത്തേച്ചു. പിള്ളേരെ കൊണ്ടുവന്നു. എവിടെ കൊണ്ടുവച്ചു കായ? എവിടെ കൊണ്ടുവച്ചത്? അതാണ്ട
9 വെച്ചുമല്ലോ. ഞാൻ വീട്ടിൽ കാണിക്കട്ടെ. നമുക്കും കൊടുക്കണ്ടേ അമ്മ? ഇതാണ് അപ്പുറത്തുനിന്ന് കൊടുത്തേച്ചത്. നല്ല മണമുണ്ട് കേട്ടോ. അടച്ചു വെച്ചോ അമ്മ. ഞാൻ UAE വന്നപ്പോഴത്തേനും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെഹന്തിയാണ്. ഫ്രീസറിൽ വെക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇത് ഓർഗാനിക് ആണ്. അപ്പൊ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇടണോന്ന് പറഞ്ഞിട്ട് എടുത്ത് പുറത്ത് വെച്ചതാ. ഞാനല്ല കേട്ടോ, എന്റെ ബ്രദറിന് ഇട്ട് കൊടുക്കണോന്ന് പറഞ്ഞിട്ട് എടുത്ത് വെളിയിൽ വെച്ചതാ. അപ്പൊ നിങ്ങൾ എനിക്ക് ബ്രദറിനോ എന്താ ബ്രദർ മൈലാഞ്ചിയൊക്കെ ഇടുന്നതെന്നുള്ളത്. ആക്ച്വലി എന്റെ മൂത്ത ബ്രദർ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ പെരുന്നാളാകുമ്പോഴത്തേക്കും വന്നിട്ട് എനിക്ക് ഇച്ചിരി ഒരു ഡിസൈൻ വെച്ചാന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വരും. ഇന്ന് ഞാൻ പതിയെ എസ്കേപ്പ് ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇത് ഓർഗാനിക് ആണ്, വെക്കുമ്പോൾ കുറെ ടൈം എടുക്കും. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഭീമാപ്പള്ളി പോകണം. അവിടെ പെരുന്നാൾ നിസ്കാരം ഉണ്ടല്ലോ. അപ്പം ഞങ്ങള് അങ്ങോട്ട് പോയിട്ട് പെരുന്നാൾ നിസ്കാരം ഞാൻ അവിടെ നിസ്കരിക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതാണ് നമ്മൾ ഇത്ര നേരത്തെ അവിടെ പലഹാരം ഉണ്ടാക്കുന്നത്. ഭീമാപ്പള്ളിയിൽ കൊടുത്തേക്ക്. ഐ മീൻ പള്ളിന്ന് ഞാൻ ഭീമാപ്പള്ളിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പള്ളി കൊടുക്കുന്നതല്ല കേട്ടോ. ഭീമാപ്പള്ളിയിലാണ് നമ്മളെ കുടുംബ വീടും റിലേറ്റീവ്സും എന്റെ സിസ്റ്ററും അവളെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്നത്. അപ്പം അങ്ങോട്ട് ആണ് നമ്മള് ഭീമാപ്പള്ളി എന്ന് പറയുമ്പോൾ പോകുന്നത് കേട്ടോ. അല്ലാതെ ഭീമാപ്പള്ളിയിലോട്ട് കെട്ടിയെടുക്കുന്നതല്ല. സോ ബൈ ദ വേ ഞാൻ എന്താ പറഞ്ഞത്, ഓക്കെ. അപ്പൊ മെഹന്തിയുടെ കാര്യം, മെഹന്തിയുടെ എനിക്ക് ആങ്ങളെ പോയിട്ടുണ്ട് മെഹന്തി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. ഞാൻ മെഹന്തിക്ക് നല്ല സൂപ്പറായിട്ട് വെക്കും ഗൈസ്. അന്ന് എന്റെ കൈ പൊള്ളിയതിന് ശേഷം ഞാൻ പുറത്തുനിന്ന് ഇതുവരെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് 2 വർഷം അല്ല 1.5 വർഷമായി അന്ന് കൈ പൊള്ളിയിട്ട്. ഈ കൈയാണ് പൊള്ളിയത്. കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. അതൊക്കെ പോയി. അപ്പൊ ഇന്ന് വേറെ തൊടുത്ത് എനിക്ക് വയ്യ, ഞാൻ പോണേ വന്നേ, എനിക്ക് വയ്യ. ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ, നാട്ടില് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിൽക്കാന്ന് കരുതി. പക്ഷെ ഇല്ല കൈസ്, ഞാൻ പോണേ, എനിക്കൊന്നും വയ്യ. ഈ വേർത്ത് കുളിച്ച് ഇങ്ങനെ നാരായണക്കല്ലാവാൻ വേണ്ടിയിട്ട്. കൈസ് ഉമ്മ ഉണ്ടാക്കിയ ഇലയില്ലാത്ത അപ്പം കൊണ്ടുമ്പോ അയൽവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന എനിക്കൊരു പണിയും തന്നിട്ടാണ് പോയത്. ഉമ്മ ഈ ചെറിയ ഓസല്ലേ അമ്മ? ഇവിടെ കിടക്കുന്ന പച്ച കളർ അതല്ലേ? അവിടെ പൈപ്പിൽ ഓൾറെഡി കുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളം അടിക്കാൻ, എനിക്കല്ല ചെടിക്ക് വെള്ളം അടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് പോയേക്കാണ് എന്റെ മദർസ്ത്രീ. ഗേറ്റ് ഇടുമ്പോ പട്ടി കയറുമ്പോ ഗേറ്റൊക്കെ തുറന്നു വിട്ടിട്ട് പോയേക്കാണ്. ആക്ച്വലി നമ്മളിവിടെ പട്ടികളൊക്കെ വരും കേട്ടോ. പക്ഷെ വീട്ടിനകത്ത് വല്ലപ്പോഴൊക്കെ കയറുള്ളൂ. അങ്ങനെ ശല്യമൊന്നും ഇല്ലാത്ത ഡോഗ്സ് ആണ്. മൊത്തത്തിൽ ഇവിടെ അങ്ങനെ ഒരു ശല്യമില്ല ഗൈസ്. അപ്പൊ നമുക്ക് വെള്ളം അടിക്കാം ചെടിക്കൊക്കെ. കാരണം നമ്മള് നാളെ പെരുന്നാൾ ദിവസമായിട്ട് ഭീമാപള്ളിക്ക് പോവാണ് ഉച്ചയ്ക്ക് ശേഷം. അപ്പം രാവിലത്തെ തിരക്കിനിടയിൽ എന്തായാലും ചെടിക്കൊന്നും വെള്ളം എടുക്കാൻ പറ്റില്ല. എന്റെ ഉമ്മ ആറ്റുനോറ്റ് വളർത്തുന്ന ചെടികളാണ് കേട്ടോ ഇവിടെ വച്ചിരിക്കുന്നതൊക്കെ. നമുക്ക് പയ്യെ അടിക്കാം. ഇത് കത്തിരിക്കാൻ മരമാണ് കേട്ടോ. പക്ഷെ ഞാൻ ചവിട്ടിക്കുന്നുണ്ടോ വെള്ളം കാര്യമായിട്ട് വരാത്ത. ഇതിലൊന്നും പിടിച്ചിട്ടില്ല, പൂ പോലും പിടിച്ചിട്ടില്ല തോന്നുന്നു. എന്താണെന്നറിയില്ല, വെറും ചട്ടി മാത്രമേ ഉള്ളൂ. മുളക് മരം, ഇതൊക്കെ ഉമ്മയുടെ കർഷകശ്രീ പുരസ്കാരം കിട്ടേണ്ട എല്ലാ സാധനങ്ങളാണ് ഗൈസ്. ഇവിടെ കത്തിരിക്ക ഉണ്ട് കേട്ടാ. ഞാൻ ഇന്നാ കാണുന്നത് ഈ കത്തിരിക്കല്ല. ഈ മുളക് മരത്തിൽ ഇഷ്ടംപോലെ മുളക് നിൽക്കുന്നുണ്ട്. നമുക്കിനിപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വെജിറ്റബിൾസ് ഒന്നും വാങ്ങിക്കണ്ട, എല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. കുറച്ചുകൂടെ വലിയ ഓസ് വാങ്ങിക്കാൻ പറയായിരുന്നു. ഇത് റംബൂട്ടൻ മരമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം 8-9 മാസമായി നമ്മളിവിടെ പിടിപ്പിച്ചിട്ട്. ഇതുവരെ വലിയ പുരോഗമനം ഒന്നും ഉണ്ടായില്ല. നീണ്ടു പോണല്ലാണ്ട്. വരുന്നില്ലല്ലോ പഠിച്ചോ. ഇങ്ങോട്ട് വാ. സ്റ്റക്കായി. ഈ മാങ്ങാ മരം വെച്ചിട്ട് സെയിം എല്ലാ ഈ മരങ്ങളൊക്കെയും ഈ മാങ്ങാ മരവും, ഇത് മാങ്ങാ മരമാണ് കേട്ടോ. ഇതും ഒരു മാങ്ങാ മരമാണ്. നമ്മുടെ നാട്ടിലുള്ള നാടൻ മാങ്ങാന്റെ അല്ല കേട്ടോ. ഇത് വന്നിട്ട് തായ്ലൻഡിന്റെ ആണ്. ഇതും ഒന്ന് പിടിച്ച് കണ്ടാൽ മതി. മാങ്കോ. പിന്നെ ഇത് വെള്ളരി ഞാനിവിടെ വന്നപ്പം ഒരു കുഞ്ഞു വെള്ളരി ഇവിടെ കിടപ്പുണ്ട്. കാണാൻ കിട്ടുന്നുണ്ടോ ആവോ? എവിടെയാ? അതല്ല, ഇതല്ല, വലിയ വെള്ളരി ഉണ്ട് ഗൈസ്. ഇതൊക്കെ ഇതിന്റെ ഷേപ്പാടുമ്പോൾ എനിക്ക് ചിരി വരും. പണ്ട് മുതൽ നമ്മള് ഭീമാപള്ളിയിലത്തെ വീട്ടിലും ഉമ്മ ഇങ്ങനെ ഇതുപോലെ കൃഷിയൊക്കെ നോക്കണ സമയത്ത് ഇങ്ങനെ തന്നെയാണ്. വെള്ളരിന്റെ ഒക്കെ ഷേപ്പാടുമ്പോൾ എനിക്ക് ചിരി വരും. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഒരു ബോളിനെ പോലെ. എന്താ ഇങ്ങനെ? വെള്ളം കൊണ്ടപ്പോ ഇടയിന്ന് ഓന്തും പല്ലിയും ഒക്കെ ഓടുന്നുണ്ട്. സോറി, പല്ലിന് ഞാൻ വെറുതെ തള്ളിയാണ് കേട്ടോ. ഓന്തുണ്ടായിരുന്നു. നമ്മൾ ആ പുറകില് കാണുന്ന സ്ഥലം, ഒറ്റ മരം മാത്രം നിൽക്കുന്ന സ്ഥലം, അവിടെ കുറെ ചുമന്നയും മഞ്ഞയും കളർ പൂവുള്ള വാഴ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിന്റെ പേര് അറിയത്തില്ല. ലുക്കിലേക്ക് വാഴ, പക്ഷെ അതൊക്കെ കരിഞ്ഞുപോയി. ഇവിടെ പടവലം കണക്കിന് ഒരു വെള്ളരി കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാട്ടാ. ഇവിടെ മാറും. ഇങ്ങനെയൊക്കെ ഇവിടെ വെള്ളരി പിടിക്കുന്നേ. അവിടെ ചെറിയൊരു കുഞ്ഞു സാധനം ഞാൻ പറഞ്ഞു. അയ്യോ, ഞാൻ ആക്ച്വലി ആദ്യം വീഡിയോ എടുത്തിട്ട് ഞെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇവിടെ ഇത്രയും വെള്ളം ആയിപ്പോയത്.
അപ്പുറത്ത് പോയത് നന്നായി. എല്ലായിടമൊക്കെ വെള്ളമായില്ലേ? അയ്യോ, അങ്ങനെ ഭാരിച്ച പണിയായിരുന്നു ഗൈസ്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. നോർമലി എൻ്റെ മൂത്ത മകളാണ് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഉമ്മയൊക്കെ ഒഴിക്കാറുണ്ട്. മാതാശ്രീ തിരിച്ചെത്തി. ഇരുട്ടി, അതുകൊണ്ട് വണ്ടി പ്ലേറ്റ് എത്തിച്ച് കൊണ്ടുപോയ പ്ലേറ്റ് അതുപോലെ സാധനം കൊടുത്ത് തിരിച്ചു. ആ നേരത്തെ ഓക്കെ, ഭയങ്കര ദാനശീലയാണ് എൻ്റെ മദർ. ഞാൻ വിചാരിച്ച് ഉമ്മ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കെട്ടിപ്പറക്കി കൊണ്ടുപോയിട്ടുണ്ട്, അപ്പൊ അതിങ്ങനെ കൊടുത്തിട്ട് പ്ലേറ്റ് അപ്പൊ തന്നെ കഴുകി വാങ്ങിച്ചോണ്ട് വന്നെന്ന് വിചാരിച്ച്. ഞാൻ ഇവിടെ ഇരുന്നിച്ച് നമ്മളെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. കാരണം കുറെ കാലങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ ഈ വ്യൂ ആയിരിക്കില്ല. ബിക്കോസ് നമ്മളിവിടെ താമസം മാറിയ സമയത്ത് ഇതിന്റെ ഫ്രണ്ടില് ഭയങ്കരമായിട്ടുള്ള കാട് പോലെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പുറം ഒന്നും കാണില്ല, ആകാശം ഒന്നും കാണത്തില്ലായിരുന്നു. ഇപ്പം അവിടെ അപ്പുറത്തെങ്ങാണ്ട് വീടൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ വെച്ച് പോലെ ചെടിയൊക്കെ മുറിച്ച് എന്തൊക്കെ ആക്കി ഇച്ചിരി പൊടിപ്പും തൊങ്കലും വെച്ച് ആകാശം കാണുന്നുണ്ട്. സൂര്യനൊക്കെ ഇച്ചിരി കാണുന്നുണ്ട്. ഇനി അടുത്ത വരവിന് ഞാൻ വരുമ്പം ഇനി ഈ ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം വല്ലവരും മേടിച്ച് വീടൊക്കെ ഒന്നും അറിയത്തില്ല. ഇതൊരു ഓർമ്മയായിട്ടിരിക്കട്ടെ എനിക്കും നിങ്ങൾക്കും. ബാങ്ക് നോമ്പ് തുറക്കാനായി ഗൈസ്, നോമ്പ് തുറക്കാനായി. ഉമ്മ വീഡിയോ ഒന്നും പറഞ്ഞോളല്ലേ, പാവം എൻ്റെ ഉമ്മ നോമ്പ് തുറക്കാൻ കാത്തിരുന്നു മക്കളെ കുറ്റം പറയാൻ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് നോമ്പ് പറഞ്ഞത്. ഉമ്മ അവിടെ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഉമ്മ അവിടെ നിന്ന് നോമ്പ് പറഞ്ഞ് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഡൈനിങ് ടേബിൾ ഒറ്റയ്ക്കിരുന്ന് ഞാൻ നോമ്പ് പറഞ്ഞു. കാരണം ആങ്ങളെ ഓൾറെഡി അങ്ങോട്ട് പോയല്ലോ. ഡേറ്റ്സ് കഴിച്ചു. പൈനാപ്പിളിന്റെ ടാങ്കല്ലേ ഉമ്മ ഇത്? അയ്യോ എന്താ സുഖം. പിന്നെ ആസ് ഓൾവേസ് നമുക്ക് നത്തിങ്ങ ഉണ്ട് ആൻഡ് ഓറഞ്ചും ആപ്പിളും. അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നമുക്ക് കൊണ്ട് തന്നിട്ടുള്ള കിണ്ണത്തപ്പം, പിന്നെ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ഇലയപ്പം. ഇലയപ്പം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇലയില്ലാത്ത അപ്പം എന്ന് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ കഴിച്ചോക്കട്ടെ ഇലയില്ലാത്ത അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത്. കൊള്ളാം. മധുരം ആയതുകൊണ്ട് ഒരു പിടുത്തമുണ്ട്, പക്ഷെ എന്നാലും ടേസ്റ്റ് ഗുഡ്. ഞാൻ കൈവെക്കാത്തതുകൊണ്ട് മധുരം കറക്റ്റായിരുന്നു, വേവൊക്കെ കറക്റ്റായിരുന്നു. ഞാനൊന്നും ഉണ്ടാക്കിയില്ല ഗൈസ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ 2 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഓക്കെ ആയിരുന്നു. ഒരു സാധനം ഉമ്മക്ക് ഇഷ്ടപ്പെട്ട അമ്മ ഇന്നലെ ഉണ്ടാക്കിയ സാധനം കൊള്ളാം. ഉമ്മ കൊള്ളാന്ന് പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ല. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ നാളെ പോസ്റ്റ് ആക്കുന്നതായിരിക്കും. ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ബനാന കട്ട്ലറ്റിന്റെ. നെക്സ്റ്റ് വീഡിയോ വിൽ ബി പോസ്റ്റഡ് ഓൺ ടുമോറോ. പെരുന്നാള് നാളെ പെരുന്നാള്. തക്ബീർ കൊടുക്കുന്നു പള്ളിയില്. ഈ ഒരു പെരുന്നാളാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പെരുന്നാൾ. ഇങ്ങനെ കാത്തിരിക്കും ഇങ്ങനെ പള്ളിയിൽ തക്ബീർ കൊടുക്കുന്നത്. നമ്മൾ വൈകുന്നേരമേ അറിഞ്ഞ നാളെ പെരുന്നാളാണെന്ന്. കാരണം ഗൾഫ് കൺട്രിയിലൊക്കെ ഇന്നാണല്ലോ പെരുന്നാൾ. അപ്പം നമുക്ക് ഉറപ്പായിട്ടും നാളെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു തക്ബീർ കേൾക്കുമ്പോണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, ഒരു എനിക്കൊക്കെ ഇങ്ങനെ ഒരു തുള്ളിച്ചാട്ടം പോലെയാണ് മനസ്സിലൊക്കെ. അയ്യോ ഇത് എന്തൊക്കെയാ. ഇവിടെ സിറ്റൗട്ടിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് വല്ല പ്രാണികളൊക്കെ വന്നിങ്ങനെ മേത്തിരിക്കും. കാരണം ഇവിടെ പച്ചപ്പും ഹരിതകരവും കാടും ഒക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കും. ഇനി നമുക്ക് പോയിട്ട് പെരുന്നാളിലെ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കാം. അത് കറക്റ്റ് ആണെങ്കിൽ ഇനി ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ട് അത് ഒപ്പിക്കണം. അതിനുശേഷം നമുക്ക് മെഹന്തി ഇടാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ പെരുന്നാളിലെ ഡ്രസ്സ്. 2 എണ്ണം ഉണ്ട്. ഇതിൽ ഏത് ഇടണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഉള്ളത്. ഇത് രണ്ടിൽ ഏത് ഇടുമ്പോഴാണ് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആവുന്നത് അതായിരിക്കും ഞാൻ ഇടുന്നുണ്ടാവുക. മോസ്റ്റ്ലി എനിക്ക് ഇടാനാണ് ആഗ്രഹം. അപ്പം ഞാൻ അത് ഇട്ടോക്കട്ടെ. എനിക്ക് എന്താ വെച്ചാൽ ഞാൻ തലേദിവസം ഇട്ട് നോക്കിയിട്ട് കണക്കൊക്കെ ആവണമല്ലോ. ഫിറ്റിങ്സ് ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇടുമ്പോഴത്തേക്കും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ തടി വെക്കാനൊന്നും പോകുന്നില്ലല്ലോ. സോ ഇത് നോക്കട്ടെ, ഞാനൊന്ന് ഇട്ട് നോക്കിയിട്ട് ഇപ്പം വരാം. സോ ഞാൻ ഇത് ഇട്ട് നോക്കിയപ്പം എനിക്ക് ചെറുതായിട്ട് ലൂസ് ഉള്ളത് പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഡ്രസ്സ് എടുക്കുമ്പോൾ ഞാൻ ഓൾട്രേഷൻ ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് അറിഞ്ഞൂടെ വിത്തിൻ 5 ഡേയ്സിൽ എങ്ങനെ ഞാൻ കുറയ്ക്കുന്നുള്ളത്. എൻ്റെ ഇത് കാണുമ്പോഴത്തേക്കും കുറയുന്നതായിട്ടുള്ള യാതൊരുവിധ ഇതും ഇല്ലായിരുന്നു എനിക്ക്. എന്നാൽ എനിക്ക് ചെറുതായിട്ട് ഈ ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് ലൂസ് ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും രാവിലെ ഉമ്മാരെടുത്ത് കൊടുത്ത് ഓൾട്രേഷൻ അടിക്കണം. മറ്റു സാധനങ്ങൾ ഇട്ട് നോക്കിയിട്ട് ഞാൻ തീരുമാനിക്കും ഏതിടണം എന്നുള്ളത്.
സോ ഈ ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കി. എനിക്ക് ചെറിയൊരു പിടുത്തമുണ്ട്. ഇതിനകത്ത് നിന്ന് ഒരു പൈസ ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെനിക്ക് ഭയങ്കര സങ്കടമായി. ഇനി ഇത് എവിടെയാണ് ഇളകിപ്പോയെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. ഫിറ്റിങ്സ് ഒക്കെ ഓക്കെയാണ്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട്. എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ് ഞാൻ ഏതിടണമെന്നുള്ളത്. അല്ലാതെ 2-3 ഡ്രസ്സൊക്കെ ഉള്ള ആൾക്കാരുടെ മെയിൻ പ്രശ്നമാണ് ഏതിടും എന്നുള്ളത്. അതിടണം ഇതിടണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ രാവിലെ ഞാൻ ഇങ്കി പിങ്കി പോങ്കി പറഞ്ഞിട്ട് ഏതിലൊന്നും എടുത്തിടും. എന്തായാലും നാളത്തെ പെരുന്നാൾ വ്ളോഗിൽ നമുക്ക് കാണാം ഏത് ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് എന്നുള്ളത്. ഓക്കെ, കഴിച്ചു വെക്കട്ടെ. ഒന്നാമത് ചൂടൊക്കെ ആയിട്ട് വേർത്ത് നിൽക്കുകയാണ്. ഇനി നമുക്ക് മെഹന്തി ഇടണം. മെഹന്തി ഇടുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കണം. കാരണം ഫുഡ് കഴിച്ചിട്ട് വേണം മെഹന്തി ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ശരിയാവത്തില്ല. മീൻസ് നമുക്ക് കുറെ കൂടെ ബുദ്ധിമുട്ടുണ്ടാകും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ വ്ലോഗ് എടുക്കുന്ന സമയം കൊണ്ട് ഉമ്മ ഇവിടെ ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോഴേ കഴിക്കണം. ചൂട്. ഉമ്മയുടെ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റ്. ഉമ്മ നല്ല ടേസ്റ്റ്. അതെ, പിന്നെ പൊരിച്ചിട്ടാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് ഏത് പീസ് വേണമെങ്കിലും വിശ്വസിച്ചെടുത്ത് കഴിക്കാം. നല്ല മുറുമുറാന്നിരിക്കും പൊരിച്ചിട്ടായതുകൊണ്ട്. ഉമ്മ കഴിച്ച അമ്മ കഴിച്ചിട്ടിരിക്കാത്തെന്തോ? ഇവിടുത്തെ പള്ളിയിൽ നിന്ന് എപ്പോഴും കഞ്ഞി കിട്ടാറുണ്ടോ? ഉമ്മ അതാ കുടിച്ചത്. പൊരിച്ച ചിക്കനൊക്കെ ടേസ്റ്റ് ഉണ്ടോ കറി വെക്കുമ്പോൾ. ഉമ്മ അവിടെ എന്താ പണിയെന്നറിയോ? ഞാൻ കഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എന്താ പണിയെന്ന്. ഗൈസ്, ഉമ്മ ഇവിടെ ഇരുന്ന് പൂകൊരുക്കുവാണ്. പെരുന്നാളിൻ്റെ തലേ ദിവസം ഉമ്മക്ക് ഉള്ള ഒരു പണിയാണ് പൂകൊരുക്കല്. ഉമ്മക്കില്ല കേട്ടോ, ഇത് എനിക്ക് വേണ്ടി മാത്രം ഉമ്മ കഷ്ടപ്പെട്ടിരുന്ന് കൊരുക്കുന്നതെന്ന്. ഉമ്മ നമുക്ക് പൂക്കച്ചവടം തുടങ്ങിയാലോ? നല്ല സൂപ്പറായിട്ട് ഉമ്മ കൊരുക്കുന്നുണ്ടല്ലോ. ഇത് എത്ര സമയം എടുത്തും അത് കൊരുക്കാന്? ഏമ്മ ഈ ഒരു പൊരുത്ത തലേന്ന് പൂ കരിഞ്ഞു പോയാലും ആ കെട്ടഴിയൂല. അതൊക്കെ ശരി തന്നെ, പക്ഷെ എത്ര സമയം എടുത്തു? മറ്റേ പൂ തലയിൽ വെച്ച ഉടനെ ഇങ്ങനെ തല കിടായ പോലെ ആട്ടിയാൽ മതി, ഉടനെ എല്ലാം തൊഴിഞ്ഞു പോകും. കിടായി മീൻസ് ആട്. ആടനാണ് ഉമ്മ ഉദ്ദേശിച്ചത്. ആടിനെ പോലെ തല വലിക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ തെറിച്ചു പോകും. ഉമ്മ ഉണ്ടാക്കിയിരിക്കുന്ന കുരുക്കില് ഇരിക്കുന്ന പൂവ് കരിഞ്ഞു പോയാലും പോകത്തില്ല, കെട്ടഴിയില്ലെന്നാണ് ഉമ്മ പറയുന്നത്. ഉമ്മ അവകാശപ്പെടുന്നത്. എന്തായാലും നാളെ വെക്കുമ്പോൾ അറിയാലോ. അങ്ങനെ ഞാൻ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ UAE നിന്ന് വന്നപ്പോൾ തന്നെ അവിടെ നിന്നൊരു ഷോപ്പിൽ നിന്ന് മേടിച്ച മെഹന്തിയാണ് കേട്ടോ. 2 മെഹന്തി കോണും ഒരു നെയിൽ കോണാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് അവരെന്നോട് ഫ്രീസറിൽ വെക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ കുറേ നേരമായിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ട് എനിക്കിപ്പോഴും ആ ഒരു മുഹൂർത്തം വന്നത് ഇത് വെക്കാനുള്ള. ഞാൻ സ്റ്റെൻസിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് 2 സ്റ്റെൻസിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഇതിലേത് വെക്കണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത് എനിക്കൊണ്ട് ഇതാണ് കുറച്ചുകൂടി ഈസി. ഇളക്കി ഒട്ടിക്കാൻ പറ്റും. കാരണം ഇതിൽ കണ്ടോ ഇളക്കി ഒട്ടിക്കാൻ പറ്റും. ബട്ട് ഇതിൽ എനിക്ക് തോന്നുന്നു കട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ബിക്കോസ് ഇതിൽ ഇതിൽ ഉള്ള പോലത്തെ കട്ടിങ് ഇല്ല. ഈ ചെറിയതിൻ്റെ എല്ലാം മാത്രമേ ഉള്ളൂ കട്ടിങ്ങൾ. അപ്പം നമുക്ക് റിസ്ക് എടുക്കണ്ട, നമുക്ക് എളുപ്പപ്പണിയാണ് നല്ലത്. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഫൈനലി വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ട്രൈ ആക്കാം അല്ലേ? പ്രശ്നം കാത്തോടെ ആദ്യം നമുക്കിതെടുത്ത് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കാം കയ്യിൽ. വിചാരിച്ച പോലെ വന്നാൽ മതിയായിരുന്നു. ഈസി അല്ല വിചാരിച്ച പോലെ ഈസി അല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയല്ല, മൊത്തത്തിൽ ഇളക്കിയെടുക്കണം. ഇതോടുകൂടി ഇത് വിചാരിച്ച പോലെ അല്ല, ഈസി അല്ല. ഒരെണ്ണം നമുക്ക് ആദ്യം ഇളക്കിയെടുക്കാം. ഒരു കൈൻ്റെ നമുക്ക് ആദ്യം മുറിച്ചെടുക്കാം, അതാണ് ബെസ്റ്റ്. ഒരെണ്ണം മാറ്റി വെക്കാം. എനിക്ക് അറിഞ്ഞൂടെ ഇതെങ്ങനെയാണ്. ഇതിങ്ങനെയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഒട്ടിച്ച് വെക്കാം. ഫുള്ള് വരത്തിട്ടാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, സെറ്റ്. ഞാൻ ഇത് മുഴുവൻ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഈ കഷ്ടപ്പാടിൽ ഈ വീഡിയോ ചിലപ്പം ഇത് വെക്കാൻ വേണ്ടി മാത്രം ഒരു അരമണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. എത്ര സമയം എന്നുള്ള ഞാൻ പറഞ്ഞിട്ട് എത്ര സമയം എടുത്തുള്ളത് ഞാൻ പറയാം കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് ഒരു കയ്യിൽ ഒട്ടിച്ചിട്ടുണ്ട്. വലിയ സമയമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. വിചാരിച്ച അത്ര റിസ്ക് ഒന്നും അല്ലായിരുന്നു. ഒന്ന് ഇളകി കിട്ടിയാൽ മതിയായിരുന്നു. ആദ്യത്തെ ആ ഒരു പൊട്ടോ ചീറ്റോ എന്നുള്ളൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതർവൈസ് ഇത് സിമ്പിളാണ് ഗൈസ്. പിന്നെ എൻ്റെ കൈയൊക്കെ വേർതിരിക്കുന്നതുകൊണ്ട് ഇളകി പോകുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് മൊത്തത്തിൽ ഇളകി പോണതിന് മുമ്പ് നമുക്ക് എൻ്റെ മകളിൽ കൂടെ മെഹന്തി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ സ്റ്റെൻസിൽ വെച്ചിട്ട് മെഹന്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഹോൾ എത്ര വലുതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഇവിടെ നിന്ന് തന്നെ തുടങ്ങട്ടെ, കാരണം ഇത് കുറച്ച് ഇളകിയിട്ട് നിൽക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. സെറ്റായി മതി. ഈ ഹോളായിട്ട് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇത് നിറച്ചിങ്ങ് കൊടുക്കാം മൊത്തത്തിൽ. ഇതിനകത്താണ് നമ്മൾ മെഹന്തി ഇടേണ്ടത്, ഈ ഹോളിനകത്ത്. ഇത് ഫില്ലായെന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ടിൽ എനിക്ക് മാത്രമായിരിക്കും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വർഷങ്ങളായിട്ട് ഇതിൻ്റെ എനിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കയ്യിൽ ഇട്ടിട്ടുള്ളൂ. ബിക്കോസ് ഇത് ഉണങ്ങാതെ രണ്ടാമത്തെ കയ്യിൽ ഇടാൻ പറ്റത്തില്ല. കാരണം ഇത് എൻ്റെ കൈ വേർത്തിട്ടായതുകൊണ്ട് ഇളകി വരുന്നുണ്ട്. ഈ സ്റ്റെൻസിൽ വലിയ പശ പോരാ തോന്നുന്നു. എന്തൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് നിൽക്കുന്നില്ല ഗൈസ് കയ്യിൽ. 5 പേരിലുള്ളതുണ്ട് കേട്ടോ. മറ്റേനകത്ത് അതില്ല, അതാ ഞാൻ എടുക്കാത്തെ. കുറച്ച് പൊലിപ്പ് തോന്നട്ടെ പറഞ്ഞിട്ട് 5 പേരിലുള്ളത് തന്നെ ഞാൻ നോക്കിയെടുത്ത് ഇന്ന് വെക്കാനായിട്ട്.
ഇത് ഉണങ്ങട്ടെ അല്ലേ, ഇത് ഉണങ്ങട്ടെ. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നെയിൽക്കോണും കൂടെ വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതാകുമ്പോൾ പണിയും കൂടെ കഴിഞ്ഞല്ല. കുറേ കൂടെ കട്ട് ചെയ്ത് കളയാം, അതാണ് ബെറ്റർ. കട്ടയ്ക്ക് വരണ്ടേ, നഖത്ത് കിട്ടണമെങ്കിൽ അത്യാവശ്യം വരണം. ഇനി ഇത് ഇട്ടിട്ട് കാണിക്കാം ഗൈസ്, കുറച്ച് ടാസ്ക് ആണ്. നീണ്ട അരമണിക്കൂർ പരിശ്രമത്തിന് ശേഷം ഞാൻ 2 കയ്യിലും ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റെൻസിൽ വാങ്ങിക്കുന്ന ആൾക്കാർ ഒറ്റയ്ക്കിടാൻ ശ്രമിക്കരുത്, ഓക്കെ? ഒറ്റയ്ക്കിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഇത്ര സമയമൊക്കെ എടുക്കുക, അരമണിക്കൂറൊക്കെ എടുക്കുക. ഇത് ഒട്ടിക്കുക, എൻ്റെ മുകളിൽ വരയ്ക്കുക, അങ്ങനെയൊക്കെ. ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ്സ് പോലും വേണ്ട ഇത് ഒട്ടിച്ചിട്ട് എൻ്റെ മകളുടെ ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ വെച്ചിട്ട് ഇതാക്കാൻ. ഇത് ഉണങ്ങിയിട്ടുണ്ട് ഫസ്റ്റിൽ വെച്ചത്, അതാണ് ഞാൻ പറഞ്ഞത് അരമണിക്കൂർ എടുത്ത്. ആ സമയം കൊണ്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ദൂരേണ്ടത് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ അല്ലാണ്ട് ഊരി നോക്കിയപ്പോഴത്തേക്കും ഇത് മൊത്തത്തിൽ ഇളകി വരുന്നുണ്ടായിരുന്നു. അതായത് ഒരുമാതിരി ഫുള്ള് സ്പ്രെഡ് ആയിട്ടുള്ളത് കൊണ്ട് അങ്ങ് ഇളകി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിനിപ്പം നാളെ ആയിരിക്കും ഞാൻ അയക്കുന്നുണ്ടാവുക. അപ്പം ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് വീഡിയോയിൽ. നമ്മൾ നെക്സ്റ്റ് വ്ളോഗിൽ ഇത് ചുമന്നോ കറുത്തോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഭയങ്കര ടയേർഡായി, കാരണം കഴിഞ്ഞ ഇതിൽ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് കരകരപ്പുണ്ടായിരിക്കും. പിന്നെ ഫാൻ ഓഫ് ആക്കി, പിന്നെ വേർത്തൊടിക്കും. പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ നമുക്ക് എന്താ പറയുക ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ആക്ച്വലി പെരുന്നാളിൻ്റെ വിശേഷമല്ല, പെരുന്നാളിൻ്റെ വിശേഷം നാളെയാണ്. പെരുന്നാളിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറേ ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇന്നത്തെ വ്ളോഗ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ട്. ഞാനത് കുറച്ച് നേരത്തെ ആക്കിയിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ അത് നടക്കത്തില്ല. എനിവേസ് ഉറക്കം വരുന്നു ഇതിപ്പോൾ അപ്ലോഡ് ആക്കാനാണ്. നാളെ പെരുന്നാളെന്ന് പറഞ്ഞ വീഡിയോ ഞാൻ നാളെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും പെരുന്നാൾ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും ഈദ് മുബാരക്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് നമ്മുടെ ചാനലിൽ ഒരു സർപ്രൈസ് ഒക്കെ വരുന്നുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻസും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സർപ്രൈസാണ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. ബാക്കി ഞാൻ വഴിയെ പറയാം. അതുവരെയ്ക്കും ചാച്ചാ, ബൈ ബൈ.